ഗുഡ് മോർണിംഗ് എവറി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോബ്ലമാണ് ഇൻറ്റഗ്രേഷനിലെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ സൈൻ 2x dx. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് അല്ലേ? സോ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോർമുല എന്താണ്? ഇൻറ്റഗ്രൽ യു ഡി വി ഈക്വൽ ടു യു വി മൈനസ് ഇൻറ്റഗ്രൽ വി ഡി യു. ഇതെല്ലാം നമ്മൾ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റഗ്രേഷൻ്റെ ഒരു സീരീസ് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പോയി കാണാം. ഓക്കെ, സോ നമ്മളെങ്ങനെയാണ് ഇതിൽ യുവും വിയും ഒക്കെ കണ്ടിരുന്നത്? ഐലേറ്റ് റൂൾ വെച്ചിട്ട് അല്ലേ? ഐലേറ്റ് റൂൾ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഓൾജിബ്ര. അപ്പോൾ നമുക്ക് ആദ്യം ഓൾജിബ്രയാണ് വരുന്നത്, പിന്നെ സൈൻ 2x എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ട്രിഗ്നോമെട്രിക് വരുന്നത്. സോ യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ ഡി യു എന്ത് വരും? ഡി യു ഇസ് ഈക്വൽ ടു 2x dx. ഇനി ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ഡി വി എന്നാണ് എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുള്ളത്? സൈൻ 2x dx അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഡി വി ഇസ് ഈക്വൽ ടു സൈൻ 2x dx എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് വി എങ്ങനെ കാണുക? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? കാരണം ഇൻറ്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ വി ആണ്. സോ വി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സൈൻ 2x dx. അപ്പോൾ സൈൻ 2xനെ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്? സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്? കോസ് എക്സ് അല്ലേ? അപ്പോൾ സൈൻ 2xനെ മൈനസ് കോസ് എക്സ്. സോ മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2xൻ്റെ ഡെറിവേറ്റീവ് 2 ഈക്വൽ ടു മൈനസ് 1/2 കോസ് 2x. ഇനി നമുക്ക് ഇവിടെ കൊടുക്കാം. അതായത് ഈ ഇക്വേഷന് അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു എന്ത് വരും? യു എന്ന് പറഞ്ഞാൽ എന്താണ്? യു എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു വി എന്ന് പറഞ്ഞാലോ മൈനസ് 1/2 കോസ് 2x മൈനസ് ഇൻറ്റഗ്രൽ വി ഡി യു. വി എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 കോസ് 2x ഡി യു എന്ന് പറഞ്ഞാലോ 2x dx. അപ്പോൾ ഈ 2നെയും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഈ മൈനസ് ഉണ്ടല്ലോ, മൈനസ് പുറത്ത് വരുമ്പോൾ പ്ലസ് ആയി മാറും. ഇനി ഇതിനെ നമുക്കൊന്ന് ഓർഡർ ആക്കി എഴുതിക്കൂടെ? മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 കോസ് 2x പ്ലസ് ഇൻറ്റഗ്രൽ എക്സ് കോസ് 2x dx. ഇനി ഈ ഇൻറ്റഗ്രൽ എക്സ് കോസ് 2x dx എന്നുണ്ടോ, ഇതിനെ നമ്മൾ വീണ്ടും ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? ഇൻറ്റഗ്രൽ എക്സ് കോസ് 2x dx. അപ്പോൾ ഇതിൽ യു എങ്ങനെ കൊടുക്കുക? യു ഇസ് ഈക്വൽ ടു എന്താ കൊടുക്കുക? യു ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ? കാരണം ആദ്യം ആൾജിബ്രയാണ് വരുന്നത് ഐലേറ്റ് റൂൾ വെച്ചിട്ട്, പിന്നെയാണ് ട്രിഗ്നോമെട്രി വരുന്നത്. അപ്പോൾ ഡി യു ഇസ് ഈക്വൽ ടു എന്ത് വരും? യു ഈക്വൽ ടു എക്സ് കൊടുത്താൽ ഡി യു ഇസ് ഈക്വൽ ടു ഡി എക്സ്. ദെൻ ഡി വി എന്ന് പറഞ്ഞാലോ, ഡി വി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അല്ലേ? കോസ് 2x dx. അപ്പോൾ വി എന്താ വരിക? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രൽ കോസ് 2x dx. അപ്പോൾ ഇൻറ്റഗ്രൽ കോസ് 2x dx എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2x ബൈ 2 അല്ലേ? അപ്പോൾ ഇൻറ്റഗ്രൽ എക്സ് കോസ് 2x dx എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇൻറ്റഗ്രൽ എക്സ് കോസ് 2x dx ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ സൈൻ 2x ബൈ 2 യു വി മൈനസ് ഇൻറ്റഗ്രൽ വി ഡി യു അല്ലേ? വി എന്ന് പറഞ്ഞാൽ സൈൻ 2x ബൈ 2 ഡി യു എന്ന് പറഞ്ഞാലോ, ഡി എന്ന് പറഞ്ഞാൽ ഡി എക്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? എക്സ് ബൈ 2 സൈൻ 2x മൈനസ് 1/2 ഇൻറ്റഗ്രൽ സൈൻ 2x dx. സോ സൈൻ 2x dx നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? മൈനസ് 1/2 കോസ് 2x എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ബൈ 2 സൈൻ 2x മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/2 കോസ് 2x. ഇനി നമുക്കിതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 കോസ് 2x പ്ലസ് എന്താണ് ഇവിടെ വരുന്നത്? എക്സ് ബൈ 2 സൈൻ 2x. പിന്നെ ഇവിടെ ഒരു മൈനസ് 1/2, ഇതിങ്ങനെ ഒരു ടേമാണ് കേട്ടോ. 1/2 ഇൻറ്റു മൈനസ് 1/2 കോസ് 2x എന്ന് പറയുന്നത്. സോ 1/2 ഇൻറ്റു മൈനസ് 1/2 എന്ത് വരും? മൈനസ് 1/4 എന്ന് വരും അല്ലേ? 1/2 ഇൻറ്റു മൈനസ് 1/2 മൈനസ് 1/4. അതേ ഇൻറ്റു പിന്നെ ഇവിടെ ഒരു മൈനസും ഉണ്ട്. അപ്പോൾ ഇവിടെ പ്ലസ് 1/4 കോസ് 2x പ്ലസ് സി.